Hello guys, welcome to the RTP discussion video for the May 26 exams. Myself Nithin Sedumadhavan, your faculty for Audit and Ethics at Triple I Commerce Academy. So yes, നമ്മുടെ RTP യുടെ റിവിഷൻ ആണ് ഈ വീഡിയോ സെഗ്മെന്റിന്റെ ഉദ്ദേശം. എല്ലാ എക്സാംസും നമ്മൾ ചെയ്യാറുണ്ട്. RTP സെഷൻസ് ആൻഡ് MTP1, MTP2 ഇതെല്ലാം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് നോക്കേണ്ട ടോപ്പിക്സ് ആണ്. നമ്മളെപ്പോഴും പറയുന്ന കാര്യം തന്നെ ക്ലാസ് റൂമിലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാറുണ്ട്. ആൻഡ് യെസ്, let us not waste much time and start with the RTP questions. Now, RTP questions ഇത്തവണ my analysis is, my view on this is little bit standard ആണ്. അതായത് കമ്പയർഡ് ടു Jan 26-ൻ്റെയും അതിന് മുമ്പ് വന്നിട്ടുള്ള September 25-ൻ്റെയൊക്കെ കഴിഞ്ഞ രണ്ട് RTPs വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് തവണയും RTP ഭയങ്കര സിമ്പിളായിരുന്നു. MTP കുറച്ച് മോഡറേറ്റ്ലി ടഫ് ആയിക്കൊണ്ട് വന്നു. ഇത്തവണ അവർ RTP കുറച്ച് സ്റ്റാൻഡേർഡാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് അല്ല, ഈസി ക്വസ്റ്റൻസ് തന്നെയാണ്. ബട്ട് ദെൻ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്. കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RTP ആണ്. അതുകൊണ്ട് ഐ വിൽ പുട്ട് ദിസ് RTP ഇൻ എ മസ്റ്റ് ഡു കാറ്റഗറി. നിങ്ങൾ മെയ് എക്സാമിലോട്ട് എഴുതുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക. അതിൻ്റെ RTP ആദ്യമേ, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു ഡു. RTP ഫസ്റ്റ് ടൈം ഒന്ന് ആദ്യം നിങ്ങൾ ആ ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് നോക്കുക. ക്വസ്റ്റൻസ് നോക്കിയതിന് ശേഷം after going through the questions and trying to attend the questions and all, then come and see this video. സ്പീഡ് കൂട്ടി കാണാം. ആൻഡ് ദെൻ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റൻസ് ഡൗട്ട് ഉള്ളത് വരാം, അല്ലെങ്കിൽ പഠിപ്പിച്ച ടോപ്പിക്സിൽ ഏതാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഡൗട്ട് വരാം. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പർപ്പസിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ യെസ്, ടിപ്പിക്കൽ ഫാഷൻ RTP എന്ന് പറയുമ്പോൾ ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലായിരിക്കത്തില്ല, ചാപ്റ്റർ വൈസ് ഓർഡറിൽ അവർ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് കേസ് സ്റ്റഡി ആൻഡ് ജനറൽ MCQs നിന്നിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ് വിത്ത് കേസ് സ്റ്റഡി. കേസ് നമുക്ക് ജസ്റ്റ് നോക്കാം. കാരണം ഇത്തവണത്തെ RTPയിൽ കേസ് വായിക്കാണ്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് ക്വസ്റ്റ്യൻസ് പോകാൻ ടൈപ്പ് അല്ല. സാധാരണ കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെയായിരുന്നു, കഥയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് വരെ ആൻസർ ചെയ്യുക. ഇതിലങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ കേസ് വായിക്കാം. ABC Limited is a mid-sized manufacturing company engaged in the production of electrical components. Okay. The company maintains significant inventory. അപ്പോൾ ഒരുപാട് ഇൻവെൻട്രി ഹോൾഡ് ചെയ്യുന്ന ഒരു ക്ലയൻ്റ് ആണ്. And during the audit of FS for the 31st March, we noted that inventory prices were highly volatile during the year. അപ്പോൾ ഇൻവെൻട്രി ഫിനിഷ് ഗുഡ്സിനൊക്കെ പ്രൈസിൽ ഈ നിറയെ വോളറ്റിലിറ്റി ചേഞ്ചസ് ത്രൂ ഔട്ട് ദി ഇയർ സംഭവിച്ചിട്ടുണ്ട്. And that discrepancies in inventory cost has been reported in earlier audits. Previous year auditors ഈ ഇൻവെൻട്രിയുടെ വാല്യുവേഷനിൽ പല ഡിസ്ക്രിപ്പൻസിയും ഇതിനു മുമ്പ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് എ റിസ്ക് ഫാക്ടർ ഹിയർ. അവിടെ ഒരു ഇൻഹെറന്റ് റിസ്ക് ഫാക്ടർ നമ്മൾ മനസ്സിലാക്കണം. സർട്ടൻ ഇൻവെൻട്രി ഐറ്റംസ് വേസ് ഓൾസോ ഐഡന്റിഫൈഡ് ആസ് സ്ലോ മൂവിങ്. ഓക്കെ, അതായത് വിറ്റ് പോകാത്ത കുറേ ഇൻവെൻട്രിയും ക്ലയൻറ്റിനുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? അത് ഒബ്സൊലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഒബ്സൊലീറ്റ് ആകുമ്പോൾ അതിന് വാല്യൂ ഉണ്ടാകത്തില്ല, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അല്ലാത്ത പക്ഷം ഇൻവെൻട്രി ഓവർസീറ്റ് ആയിട്ട് മാറും and requires significant judgment for valuation. Based on these factors, we assess the ROM. In the course of the audit, the auditor performed. So നമ്മളിപ്പോൾ എന്തൊക്കെ മനസ്സിലാക്കി? ഇൻഹെറന്റ് റിസ്ക് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കി. അതേപോലെ ഈ ഇൻവെൻട്രി ഒബ്സൊലീറ്റ് ആയതുകൊണ്ട് വാല്യുവേഷൻ അസേർഷൻ എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊരു ക്ലൂ ഇവിടെ വന്നിട്ടുണ്ട്. In the course of the audit, the auditor performed inquiries with the store manager. നമ്മൾ ഇൻക്വയറി നടത്തി. Inquiry should always be clubbed with other procedures. SF 500 പഠിച്ചിട്ടുണ്ട്. നോക്കാം. We made inquiry with the store manager, production head, finance personnel, etc. to understand the process of identification of the obsolete. ഈ ഒബ്സൊലീറ്റ് ഇൻവെൻട്രിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നറിയാനായിട്ട് നമ്മൾ കുറേ ഇൻക്വയറീസ് നടത്തി. ഇൻക്വയറീസ് മാത്രം നടത്തിയാൽ പോരാ, നമ്മുടെ ഭാഗത്ത് ചില ഇൻസ്പെക്ഷൻസും ഒബ്സർവേഷൻസും അനലിറ്റിക്സ് ഒക്കെ ചെയ്തത് നല്ലതാണ്. While the management represented that adequate provisions has been made for obsolete inventory, the store manager indicated during inquiry that certain obsolete items were still carried at cost due to pressure to meet the profitability targets. Okay. ഒബ്സൊലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് വാല്യൂ ഇല്ല, അത് കാലഹരണപ്പെട്ടു. NRV 0 ആവും. സോ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് NRVയിലോട്ടാണ് കാണിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഓഡിറ്റേഴ്സ് പോയിന്റിംഗ് ഔട്ട് ദാറ്റ് ഡിസ്പൈറ്റ് ദിസ് ഒബ്സൊലീറ്റ് ഇൻവെൻട്രീസ് ഒക്കെ ഒരുപാട് ഒബ്സൊല്യൂഷൻ സംഭവിച്ചിട്ടും ഡിപ്രസിയേഷൻ സംഭവിച്ചിട്ടും ലോസ് ഓഫ് വാല്യൂ സംഭവിച്ചിട്ടും സ്റ്റിൽ ദി ഐറ്റംസ് വെയർ ക്യാരിഡ് അറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അലാമിംഗ് കാര്യമാണ്. ദിസ് ഇസ് എ പോസിബിൾ മിസ്റ്റേറ്റ്മെന്റ്. കൺസിഡറിംഗ് ദ ഹൈ റിസ്ക് അസസ്മെന്റ് ആൻഡ് കോൺട്രഡിക്ടറി റെസ്പോൺസ് ഒബ്റ്റെയിൻ ഡ്യൂറിംഗ് ദ ഇൻക്വയറി. ഓക്കെ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള റെസ്പോൺസസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം മാനേജ്മെൻറ്റ് പറയുന്നു എല്ലാം പ്രൊവിഷൻ കിട്ടുന്നു, പക്ഷെ നമ്മൾ സ്റ്റിൽ കാണുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇൻകൺസിസ്റ്റൻസി കാരണം വി ആർ the inconsistent property to reassess the audit procedure. We are doing further procedures now. Okay, considering the high ROMM and contradictory responses, the auditor decided to perform TOC ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഇന്റേണൽ കൺട്രോളിനെ സംബന്ധിക്കുന്ന ഇൻവെൻട്രിനെ സംബന്ധിക്കുന്ന കൺട്രോൾസ് എക്സിസ്റ്റിംഗ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. relating to approval of the inventory write down and review of inventory aging reports ഒക്കെ നോക്കുന്നുണ്ട്. Based on the result, the auditor concluded that controls over identification and valuation of obsolete inventory were not operating effectively. അങ്ങനെ TOCയിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ എന്തില്ല
ഇൻവെൻട്രിയെ സംബന്ധിക്കുന്ന കൺട്രോൾസ് പ്രോപ്പർ അല്ല എന്ന് മനസ്സിലായി. ഇൻവെൻട്രിയെ സംബന്ധിക്കുന്ന കൺട്രോൾസ് പ്രോപ്പർ അല്ല. ഇഫ് ദ കൺട്രോൾസ് ആർ നോട്ട് പ്രോപ്പർ then we have to extend the procedures and perform more substantive procedures, right? When you identify deficiency in internal control as per SA 330, we have to make some specific inquiries like നമ്മളുടെ current assessment, is it appropriate, is there any requirement to check any alternative controls, also how much substantive procedures we have to additionally do to address this risk എന്നൊക്കെ SA 330 പറയുന്നുണ്ട്. സോ ആ ഒരു ആസ്പെക്റ്റ് ഒക്കെ വരാം. അക്കോർഡിംഗ്ലി ദി ഓഡിറ്റർ ഡിസൈൻഡ് ആൻഡ് പെർഫോംഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, കണ്ടോ, TOCയിൽ കുഴപ്പമുള്ളതുകൊണ്ട് ഓഡിറ്റർ സബ്സ്റ്റാൻറ്റീവിലോട്ട് പോയി. ഓൾസോ നമ്മുടെ ലെക്ചർ നോട്ട്സിൽ ക്ലാസ് അറ്റൻഡ് കുട്ടി റെഗുലർ ബാച്ചിലത്തെ കുട്ടികൾക്ക് നമുക്ക് അറിയുന്നുണ്ടാവും TOC വേഴ്സസ് TOD എന്നൊരു നോട്ട് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ആ നോട്ടിൽ പറയുന്നുണ്ട് TOC വീക്ക് ആണെങ്കിൽ കൂടുതൽ പ്രൊസീജിയേഴ്സ് ചെയ്യും എന്നൊക്കെ. The auditor designed and performed substantive procedures including detailed testing of inventory valuation, examination of subsequent sale prices. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെൻട്രി വാല്യുവേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, സബ്സിക്വൻറ്റ് സെയിൽസിൻ്റെ പ്രൈസസ് കമ്പയർ ചെയ്യുന്നു, ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് സ്ലോ മൂവിംഗ് ഐറ്റംസ് നടത്തുന്നു, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നു. വൈൽ ഡിസൈനിങ് ദീസ് പ്രൊസീജിയേഴ്സ് വി ഐഡന്റിഫൈഡ് കണ്ടീഷൻസ് ദാറ്റ് വുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മിസ്റ്റേക്മെന്റ് എന്നുള്ള പോസിബിലിറ്റി നമ്മൾ കാണുന്നു. വൈൽ ഇവാലുവേറ്റിംഗ് ദി ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റൈൻഡ്, ദി ഓഡിറ്റർ കൺസിഡർഡ് ദ മാനേജ്മെന്റ് അസർഷൻസ് ഓൾസോ made in representing that the FS are prepared in accordance with the applicable financial reporting framework. Okay, നമ്മൾ മാനേജ്മെന്റിൽ നിന്നും റെപ്രസെന്റേഷൻസ് എല്ലാം മേടിക്കുന്നുണ്ട് റിഗാർഡിംഗ് ദ എക്സിസ്റ്റൻസ്, വാല്യുവേഷൻ, കംപ്ലീഷൻ എക്സെട്ര ഓഫ് ദ ഇൻവെൻട്രി. ശരി, ബേസ്ഡ് ഓൺ ഓൾ ദി അബൌവ് തിങ്സ്. അപ്പോൾ ഇൻവെൻട്രിയെ സംബന്ധിക്കുന്ന കുറേ ടാസ്കുകളൊക്കെ ചെയ്തതിന് ശേഷം വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ഇൻ ദി ഓഡിറ്റ് ഓഫ് ABC Limited, which combination of circumstances justified the auditor's decision to obtain additional evidence for inventory? ഓഡിറ്റർ അഡീഷണൽ ചെക്കിംഗ് ചെയ്യണം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? മറ്റേ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കേട്ടതുകൊണ്ടാണ്. കോൺട്രഡിക്ടറി ആയിട്ടുള്ള ചില സംഭവങ്ങൾ കേട്ടു എന്ന് നമ്മൾ വായിച്ചില്ലേ. ഒരു ദിസ് ഇൻകൺസിസ്റ്റൻസി നോക്കിയേ, ഇവിടെ സെൻറ്റൻസ്, ദിസ് ഇൻകൺസിസ്റ്റൻസി പ്രോംപ്റ്റഡ് ദി ഓഡിറ്റർ ടു റീഅസസ് പ്രൊസീജിയർ. വൈ? ബിക്കോസ് മാനേജ്മെൻറ്റ് പറയുവാണ് മാനേജ്മെൻറ്റ് പ്രൊവൈഡഡ് അഡിക്വേറ്റ് പ്രൊവിഷൻസ് എന്ന്. പക്ഷേ നമ്മൾ സ്റ്റോർ മാനേജർ ഇൻഡിക്കേറ്റ് ചെയ്തു ഡ്യൂറിങ് ഇൻക്വയറി ദാറ്റ് സർട്ടൺ ഒബ്സൊല്യൂട്ട് ഐറ്റംസ് വെർ സ്റ്റിൽ കാർഡ് കോസ്റ്റ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് പറയുന്നു പ്രൊവിഷൻ ഇട്ടുന്നു, പക്ഷേ സ്റ്റോർ മാനേജർ പറഞ്ഞു ഇല്ലല്ലോ ഇപ്പോഴും കോസ്റ്റിലാണ് കാണിക്കുന്നത്. ആ ഒരു ആ ഒരു ഇൻകൺസിസ്റ്റൻസി കാരണം നമ്മൾ ഈ ഫർദർ TOC ഒക്കെ ചെയ്യാൻ വേണ്ടി പോയത് അല്ലേ. So, in the audit of ABC Limited, which circumstance primarily justified എന്ന് പറയുമ്പോൾ ഇൻകൺസിസ്റ്റൻസി വരും ആൻസർ. ദ പ്രയർ പീരിയഡ് ഡിസ്ക്രിപ്പൻസി, മുമ്പ് കാലങ്ങളിൽ ഓഡിറ്റർമാർ ഇതേ ഡിസ്ക്രിപ്പൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു. പ്രൈസ് വോളറ്റിലിറ്റി ത്രൂ ഔട്ട് ദി ഇയർ പ്രൈസ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, പ്ലസ് കോൺട്രഡിക്ടറി എൻക്വയറി റെസ്പോൺസസ് ഒക്കെ ഉള്ളതുകൊണ്ട് B is the answer. Stores manager statement that obsolete items were carried at cost due to pressure to meet profitability target most appropriately implies that auditor should do what? ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യണം അല്ലേ. ഇയാളെന്ത് സാധാരണ ഒബ്സൊല്യൂട്ട് ഇൻവെന്ററിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം, പക്ഷേ സ്റ്റോർ മാനേജർ പറയുകയാണ് അവർ കോസ്റ്റിലാണ് കാണിച്ചത്. സോ വി ഹാവ് ടു കൺക്ലൂഡ് ദാറ്റ് ഇഷ്യൂസ് റെപ്രസെന്റ് ഓൺലി ടു ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസി ആൻഡ് ഡസ് നോട്ട് അഫക്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. അക്സെപ്റ്റ് ദ മാനേജ്മെന്റ് റെപ്രസെന്റേഷൻ, നോ. ട്രീറ്റ് ദ ഇൻഫർമേഷൻ ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് എ പൊട്ടൻഷ്യൽ മാനേജ്മെന്റ് ബയസ് ആൻഡ് മോഡിഫൈ ദ പ്രൊസീജിയേഴ്സ്. ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണ് വേണ്ടത്. ഓപ്ഷൻ C ആണ് ആൻസർ വരിക. ഓക്കെ, കൺസിഡർ ദി എൻക്വയറി റെസ്പോൺസ് സഫീഷ്യൻറ്റ്. എൻക്വയറി ഒരിക്കലും സഫീഷ്യൻ്റ് അല്ല, എൻക്വയറി പ്ലസ് അതർ പ്രൊസീജിയേഴ്സ് വെച്ചാണ്. സോ ഓപ്ഷൻ C. ഇല്ല, മിസ്റ്റേക്ക് മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് കണ്ടു. നൗ വാട്ട് വിൽ വി ഡു? വി വിൽ അഡീഷണലി പെർഫോം പ്രൊസീജിയേഴ്സ്, റൈറ്റ്? ഇൻ ഓഡിറ്റ് ഓഫ് ABC Limited, ആഫ്റ്റർ ഒബ്റ്റെയിനിങ് കോൺട്രഡിക്ടറി റെസ്പോൺസസ് during inquiry and before designing substantive procedure, we decided to perform TOC. Okay, this decision was primarily to determine whether എന്തിനാ TOC ചെയ്തിട്ടുള്ള we decided to test controls over approval of inventory write-downs and reviewing of aging reports. So ഈ പറയുന്ന ഇൻവെൻട്രീനെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന കൺട്രോൾസ് ഉണ്ടോ, ഒബ്സൊല്യൂട്ട് ഇൻവെൻട്രീനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ, ഇതിനൊക്കെയുള്ള കൺട്രോൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്തിനായിരിക്കും ഈ കൺട്രോൾ ചെക്ക് ചെയ്തേ? കൺട്രോൾസ് എക്സിസ്റ്റിംഗ് ആണോ, ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെയല്ലേ കൺട്രോൾസ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. കൺട്രോൾസ്, ഓക്കെ, ദിസ് decision was primarily to determine whether controls existed and operate effectively to prevent management from differing write-downs. Inventory activities recorded in the system match the physical stock. Substantive testing could be restricted. Management representation regarding obsolete inventory could be accepted without further. Now, we are checking the controls for mainly A. Controls, we want to check whether the controls really exist and it is operating effectively to prevent the management from differing the write-downs of obsolete inventory. അതായത് ഇവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാതിരിക്കുന്നില്ല, റൈറ്റ് ഓഫ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള കൺട്രോൾസ് ഉണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ TOC ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. After concluding that controls over identification and valuation of obsolete inventory were not operating effectively throughout the period, controls വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ we performed further procedures അല്ലേ. നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്തു, സബ്സിക്വൻറ്റ് സെയിൽസിൻ്റെ പ്രൈസ് നോക്കി, സ്ലോ മൂവിങ് ഐറ്റംസ് ഏതൊക്കെയാണ് നമ്മൾ ഫിസിക്കലി വെരിഫൈ ചെയ്തു, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? പൊട്ടൻഷ്യൽ മിസ്റ്റേക്മെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട്. TOD എപ്പോഴും ചെയ്യുന്നത് മിസ്റ്റേക്മെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്.
സോ ദീസ് പ്രൊസീജിയേഴ്സ് വർ പ്രൈമറി ഡിസൈൻഡ് ടു ഐഡൻറ്റിഫൈ ദ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അതാണ് ആൻസർ. Determine whether inventory write-downs has been formally approved. Obtain direct evidence to evaluate whether inventory was overstated due to delayed or inadequate write-downs. Yes, that is it. Overstatement എന്ന മിസ്റ്റേറ്റ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ, അതായത് ഈ മറ്റേ റൈറ്റ് ഓഫ് ചെയ്യേണ്ട ഇൻവെൻട്രി റൈറ്റ് ഓഫ് ചെയ്യാതെ വല്ല ഇരിപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്, ഈ TOD എക്സ്ട്രാ ആയിട്ട് ചെയ്ത് നോക്കുന്നത്. Fifth question, the auditor identified that certain slow-moving and obsolete inventory items continue to be carried at cost. This situation most directly affect the management assertions, thereby requiring focused audit procedures in response to identified risk. So what is the question? എന്താണ്, ഏത് അസേർഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വാല്യുവേഷൻ എഫക്റ്റ് ആവത്തില്ലേ? ഓഡിറ്റർ ഐഡന്റിഫൈ ദാറ്റ് സർട്ടൻ സ്ലോ മൂവിംഗ് ആൻഡ് അബ്സൊല്യൂട്ട് ഇൻവെന്ററി ഐറ്റംസ് കണ്ടിന്യൂ ടു ബി കാരിഡ് അറ്റ് കോസ്റ്റ്. അത് കാരണം എന്ത് സംഭവിക്കും? ദ വാല്യുവേഷൻ ഇസ് ഗോയിങ് ടു ബി എഫക്റ്റഡ്. ഓവർ സ്റ്റേറ്റ്മെന്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാം കണക്റ്റഡ് ആയിട്ട് പോകുന്ന essay ആണ്. നിങ്ങൾക്ക് ഒരെണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മാലപ്പടക്കം പോലെ എല്ലാം പൊട്ടും. ആ ഒരു essay 330 ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് ഇതെല്ലാം. സോ യെസ്, ഓപ്ഷൻ ഐ തിങ്ക് വാല്യുവേഷൻ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ വരിക. ഇൻവെന്ററി മേ ബി ഓവർ സ്റ്റേറ്റ് എന്നുള്ള റിസ്ക് ആ തൊട്ട് മുകളത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. ദിസ് ഇസ് നമ്മുടെ കേസ് സ്റ്റഡി വാസ് അബൌട്ട് 330 essay 330 ബേസ്ഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡിയാണ് വന്നിട്ടുള്ളത്. ഈ TOCയും TOD ഒക്കെയാണ് അതിൽ കണക്ട് ആയിട്ട് വന്നിട്ടുള്ളത്. ജനറൽ MCQs. ഡ്യൂറിംഗ് ദി ഓഡിറ്റ് ഓഫ് QRS, the auditor observed that management had changed the method of depreciation from WDV to straight line method. അപ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? They had changed the method of depreciation. അത് കുഴപ്പമില്ല, ബട്ട് കൺസിസ്റ്റൻ്റ്ലി അപ്ലൈ ചെയ്തിരുന്നാൽ മതി. ഓൾസോ ഈ ചേഞ്ചസിൻ്റെ എഫക്റ്റ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ദ ചേഞ്ച് വാസ് അപ്ലൈഡ് ഇൻ ദ കറണ്ട് ഇയർ ആൻഡ് ഇറ്റ് ഗോട്ട് ഡിസ്ക്ലോസ്ഡ്. ദി ഓഡിറ്റർ ഓൾസോ റിവ്യൂഡ് വെദർ ദി FS appropriately summarized the transactions and events recorded and evaluate the judgments made by the management. In the above case, which of the following represent auditor's responsibility? നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ? ചേഞ്ച് ഇൻ പോളിസീസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് കൺസിസ്റ്റൻ്റ്ലി അപ്ലൈഡ്, റൈറ്റ്? ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇസ് ടു സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് അക്കൗണ്ടിംഗ് പോളിസി ഫോർ ദ എൻറ്റിറ്റി. ഇല്ല, നമ്മൾ അവർക്ക് വേണ്ടി പോളിസി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രിപ്പയർ ആൻഡ് പ്രസന്റ് ദി FS, നോ. ടു ചേഞ്ച് ദി അക്കൗണ്ടിംഗ് പോളിസി വൈ ഡിഡ് നോട്ട് റിഫ്ലക്ട്, നോ. ടു എൻഷുർ ദാറ്റ് അക്കൗണ്ടിംഗ് പോളിസി സെലക്ടഡ് ബൈ മാനേജ്മെന്റ് ആർ കൺസിസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ്. D is the answer. നമ്മുടെ റെസ്പോൺസിബിലിറ്റി അതാണ്. ഇവർ പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. P&Co Chartered Accountants were appointed as chartered auditors. Soon after completing the audit, the engagement team began discussions for the current audit. Okay, before identifying and assessing ROMM, the auditor planned. Before identifying and assessing the ROMM, we planned the timing of certain activities, such as analytical procedures, obtaining understanding of the legal regulatory framework, etc. തെറ്റാണ്. Involvement of expert. essay 300 പറയുന്നുണ്ട് planning activities should be done before performing. Okay, planning involves completing all those procedures before any further activities like expertനെ കൊണ്ടുവരുന്നു, മെറ്റീരിയൽ ഫിക്സ് ചെയ്യുന്നു, അനലിറ്റിക്സ് ചെയ്യുന്നു, റിസ്ക് അസസ് ചെയ്യുന്നു. ഇങ്ങനത്തെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം സംഭവിക്കേണ്ടത് പ്ലാൻ ബേസ്ഡ് ആയിട്ടാണ്. ബിഫോർ ഫിക്സിംഗ് ആൻ എ പ്ലാൻ ദേ ജംപ്ഡ് അപ്പോൺ ദ പ്രൊസീജിയേഴ്സ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. essay 300 വയലേഷൻ സംഭവിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ നേച്ചർ ഓഫ് ഓഡിറ്റ് പ്ലാനിങ്? ഓക്കെ, ഞാൻ പറഞ്ഞ ആസ്പെക്ട് എന്നല്ല, പക്ഷേ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്ലാനിങ്ങിൻ്റെ ഒരു ബേസിക് സെൻറ്റൻസ് ഉണ്ടല്ലോ. പ്ലാനിങ് ഇസ് എ കണ്ടിന്യൂസ് ആൻഡ് ഇറ്ററേറ്റീവ് പ്രോസസ് ദാറ്റ് ബിഗിൻസ് ഫ്രം ദ കംപ്ലീഷൻ ഓഫ് ദ പ്രീവിയസ് ആൻഡ് കണ്ടിന്യൂസ് ടു ദ കംപ്ലീഷൻ ഓഫ് ദ കറണ്ട്. ആ ഒരു ആസ്പെക്ട് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് is best suitable in this case? Audit planning is a separate phase. No, audit planning is a continuous and iterative process എന്ന പരിപാടിയാണ് വേണ്ടത്. ആൻഡ് യെസ്, ഞാൻ പറഞ്ഞ ആസ്പെക്റ്റ് ഉണ്ട്. മെറ്റീരിയാലിറ്റി, ലീഗൽ ഫ്രെയിംവർക്ക് ചെക്ക് ചെയ്യുക, എക്സ്പേർട്സിനെ കൊണ്ടുവരിക, ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് എല്ലാത്തിനും പ്രയർ ആയിട്ട് പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദിസ് ഇസ് അബ്സൊല്യൂട്ട്ലി ദി ആൻസർ. യാതൊരു സംശയം വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ ഓഡിറ്റിംഗ് എ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഓക്കെ, ചാരിറ്റബിൾ ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ട് MCQ ഉണ്ടോ? ഓക്കെ, ദാറ്റ്സ് ഐ തിങ്ക് എ ഫസ്റ്റ് ടൈം. അങ്ങനെ സാധാരണ വരുന്നതല്ല. ഓക്കെ, വി ഒബ്റ്റെയിൻഡ് എ ലിസ്റ്റ് ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ബൈ ദ ട്രസ്റ്റ്. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്തൊക്കെ ബുക്സ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ബേസിക് ആയിട്ടുള്ള വൗച്ചേഴ്സ്, ഇൻവോയ്സ്, ജേർണൽസ്, ട്രയൽ, ഇതൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ബിൽസ്, സീരിയൽ നമ്പർ ആയിട്ടുള്ള ബിൽസ്. ബേസ്ഡ് ഓൺ ദി ഇവാലുവേഷൻ ഓഫ് ഇന്റർണൽ കൺട്രോൾ വി അപ്ലൈഡ് ടെസ്റ്റ് ചെക്സ്, complied with the applicable accounting standards and essay, considered materiality. Okay, all good. While performing audit procedure, maintain detailed working papers. Good. Which of the following action in the above case is most appropriate as per the generally accepted auditing practices? A. Using professional judgment to determine the test, applying test check based on control evaluation, considering materiality, maintaining working paper. ഇതെല്ലാം നമ്മൾ മറ്റേ ട്രസ്റ്റിൽ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങളല്ലേ. ഒരു ട്രസ്റ്റിനെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്യണം, നമ്മൾ ജഡ്ജ്മെൻറ്റ് ഉപയോഗിക്കണം, നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റ് ചെക്കിങ് നടത്തണം, അപ്ലൈങ് ടെസ്റ്റ് ചെക്സ്. ഇതെല്ലാം NGOസിൻ്റെ ടോപ്പിക്കിൽ പറയുന്നുണ്ട്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്ററിൽ യു ക്യാൻ സീ ദാറ്റ്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് നമ്മുടെ ICA മെറ്റീരിയലിൻ്റെ ചാപ്റ്റർ നമ്പർ 10
നമ്മുടെ മെറ്റീരിയലിൽ കുറച്ച് താഴെയായിട്ട് ഏറ്റവും എൻഡിലോട്ട് വരുന്ന ടോപ്പിക്സ് ആണതെല്ലാം. ഐ വിൽ ഷോ യു ദിസ് ഏരിയ. ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ മെയ് 2024 പുതിയ സിലബസ് വന്നതിന് ശേഷം ചാരിറ്റബിൾ ട്രസ്റ്റും ചാരിറ്റബിൾ സൊസൈറ്റിയും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കമ്പാരിറ്റീവ്ലി കുറവാണ്. നോക്കിയാൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബേസിക് ആയിട്ടുള്ള ബുക്സ് ആണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി നോക്കി വി ഷുഡ് ഒബ്റ്റെയിൻ ലിസ്റ്റ് ഓഫ് ഓൾ ദ ബുക്സ് ആൻഡ് റെക്കോർഡ്സ്, വെരിഫൈ ASSA പ്രകാരമാണ് ഓഡിറ്റ് ചെയ്യുക, അത് പാലിച്ചിട്ട് നോക്കുക. പ്രൊഫഷണൽ സ്കിൽ ആൻഡ് എക്സ്പെർട്ടൈസ് യൂസ് ചെയ്യുക. ജനറലി അക്സെപ്റ്റ് ഓഡിറ്റിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം അപ്ലൈ ചെയ്യണം. മെറ്റീരിയാലിറ്റി അപ്ലൈ ചെയ്യണം. എല്ലാ വർക്കിംഗ് പേപ്പേഴ്സും മെയിൻറ്റെയിൻ ചെയ്യണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് ഇല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്. യൂസിങ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ടു ഡിറ്റർമിൻ, അപ്ലൈങ് ടെസ്റ്റ് ചെക്ക്, കൺസിഡറിങ് മെറ്റീരിയാലിറ്റി, മെയിൻറ്റെയിനിങ് വർക്കിംഗ് പേപ്പേഴ്സ്. A must be the answer. Apply test check irrespective of internal control. അങ്ങനത്തെ ഒരു പോയിന്റ് ഇല്ല. Restricting compliance to account standards only. No. Maintaining working papers only for material items. ഇല്ല. Detailed working papers മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഓപ്ഷൻ A. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ യെസ്, ഇത്തവണത്തെ RTP ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഞാൻ പെർസീവ് ചെയ്യുന്നത്. എസ് എ 330 ബേസ്ഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡി, പിന്നെ NGOs എന്നൊരു ജനറൽ MCQ. ഗുഡ്, ഇറ്റ്സ് നല്ലത്. SA 300 ഒരു MCQ വന്നിട്ടുണ്ട്, കൊള്ളാം. നോർമലി കഴിഞ്ഞ തവണ വന്നതിനേക്കാളൊക്കെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. കമ്മിങ് ടു നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വിച്ച് വിൽ ബി ഇൻ മറ്റേ ചാപ്റ്റർ വൈസ് ഓർഡറിലായിരിക്കും പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഫ് സീബ്ര. During the course of the audit, you observe that company's management frequently delays in providing certain documents. Management എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഇൻഫർമേഷൻ എക്സ്പ്രഷൻ ചോദിക്കുന്ന പോലെ തരുന്നില്ല. A portion of the accounting records related to special procurement is supported only by basic acknowledgements without proper vendor details. അപ്പോൾ സസ്പീഷ്യസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാണുന്നു, പോസിബിൾ ഫ്രോഡ്. You also notice that some transactions appear to be with entities that may be related to the company. RP transactions, high risk, but management denies the existence. കള്ളം പറയുന്നു. Further, during verification, you found that some documents produced as evidence appear unusually uniform and lack standard commercial markings. Since your audit is conducted on a test check basis, you are unable to verify all such transactions individually. Okay. Based on the above, explain what are the inherent limitations of an audit. Okay. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, SA 200 inherent limitations നമുക്ക് അറിയാവുന്ന കാര്യമാണ്. Nature of audit procedures, nature of financial reporting, auditing is not investigation, time and cost constraints, അങ്ങനത്തെ ഇഷ്യൂസ്. ബട്ട് ഫ്യൂച്ചർ ഇവൻസ് ആർ മേ കാസ്റ്റ് ഡൗട്ട് ഓൺ ദ ഗോയിങ് കൺസേൺ, ഇങ്ങനത്തെ ലിമിറ്റേഷൻ. അപ്പോൾ ഈ ബേസിക് ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ പോയിന്റ്സ് അതായി ഇങ്ങനത്തെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് മാത്രം എഴുതിയാൽ പോരാ. വി ഹാവ് ടു കണക്ട് ദിസ് ആൻസർ വിത്ത് ദി ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ. ഇപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻ പറഞ്ഞിട്ട് ഈ ലിമിറ്റേഷനാണ് ക്വസ്റ്റ്യനിലെ ഈ കാണുന്ന സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താ, വി ഹാവ് ടു the opinion formed by the auditor is based on the evidence obtained by him and based on the procedures performed. നമുക്ക് കിട്ടുന്ന, നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് നമുക്ക് കിട്ടുന്ന എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, since your audit is conducted on test check basis, you are unable to verify all transactions. So that is a limitation. Audit procedures എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും ഫ്രോഡ് ഉണ്ട് എന്നുള്ള അസംഷനിൽ കയറി ഓഡിറ്റ് ചെയ്യുന്നില്ല. ഓഡിറ്റിംഗ് ഇസ് നോട്ട് ഇൻവെസ്റ്റിഗേഷൻ, റൈറ്റ്? സോ നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. പിന്നെ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ക്ലയൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പലപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ്സും ഇതെല്ലാം എടുക്കാറുണ്ട്. അതിവിടെ കാണാൻ വേണ്ടി പറ്റും. ദേ ആർ റിട്ടൺ ലൈക്ക് RP ട്രാൻസാക്ഷൻസിൻ്റെ കാര്യങ്ങളിൽ പ്രോപ്പർ ഡിസ്ക്ലോഷർ വന്നിട്ടില്ല. മാനേജ്മെൻറ്റ് ഈസ് നോട്ട് പ്രൊവൈഡിങ് സർട്ടൻ ഡോക്യുമെൻറ്റേഷൻസ് ആൻഡ് എക്സ്പ്രഷൻ ടു യു. ഇതെല്ലാം നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ പ്രശ്നമാണ്. വി ഡിപ്പെൻഡ് അപ്പോൺ ദ മാനേജ്മെൻറ്റ് ടു ഗിവ് അസ് ഇൻഫർമേഷൻ. അവർ തരാതിരുന്നു കഴിഞ്ഞാൽ, അവർ മനഃപൂർവ്വം മിസ് ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ വി ആർ അറ്റ് എ ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. സം ട്രാൻസാക്ഷൻസ് അപ്പിയർ ടു ബി വിത്ത് എൻറ്റിറ്റീസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദി എൻറ്റിറ്റി, ബട്ട് അത് പ്രോപ്പറായിട്ട് അവർ കാണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. നമുക്ക് എന്താ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ടൈം ആൻഡ് കോസ്റ്റ് കൺസേൺസ് ഉള്ളതുകൊണ്ട് ടെസ്റ്റ് ചെക്കിങ് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ ലിമിറ്റേഷൻസിനെ ഓരോന്നിനെയും കണക്ട് ചെയ്ത് പറയുന്ന ഒരു ആൻസറാണ്. ഓക്കെ. Though the auditor carries out his work by obtaining evidence through performance of audit procedure, however, there are practical and legal limitations. Management may not provide complete information as requested by the auditor. ഇതാണ് മറ്റേ നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. വി ഡിപ്പെൻഡ് അപ്പോൺ ദ മാനേജ്മെന്റ് ടു ഗിവ് അസ് നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ള ലിമിറ്റേഷൻ ആണിത്. നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്
ഓഡിറ്റ് ചെയ്യുന്ന രീതി തന്നെ നമുക്ക് ലിമിറ്റേഷൻ ആവും, ബിക്കോസ് വി ഡിപ്പെൻഡ് അപ്പോൺ ദ മാനേജ്മെന്റ്, റൈറ്റ്? ദർ ഇസ് നോ വേ ബൈ വിച്ച് ഓഡിറ്റ് ക്യാൻ ഫോഴ്സ് ദ മാനേജ്മെന്റ് ടു പ്രൊവൈഡ് us വിത്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ മാനേജ്മെന്റ് ഹു കൺസിസ്റ്റ് ഓഫ് ഡിസോണസ്റ്റ് ആൻഡ് അൺസ്ക്രപ്ലസ് പീപ്പിൾ മേ കണ്ടക്ട് ഫ്രോഡ്. കാരണം ഇല്ലേ, അതും ഒരു ലിമിറ്റേഷൻ ആണ്. നമ്മുടെ ഇൻഹെറന്റ് ലിമിറ്റേഷൻസിൽ ലെറ്റ് മീ ഷോ യു ദാറ്റ് പോയിന്റ്. ഇൻഹെറന്റ് ലിമിറ്റേഷൻസിനകത്ത് നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ഉള്ളത്? നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ടൈം ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ ഇൻഹെറന്റ് ലിമിറ്റേഷൻസിൽ ഓഡിറ്റ് ഇസ് നോട്ട് ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ഓഡിറ്റർ ഹാസ് നോ പവേഴ്സ് ലൈക്ക് സെർച്ച്, സീസർ എക്സെട്ര. There is a pressure that management may not provide complete information. Fraud may involve sophisticated and careful organized scheme. ഇങ്ങനത്തെ റിസ്കുകൾ ഉള്ളത് ഒരു ലിമിറ്റേഷൻ ആണെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതാണ് ഇവിടുത്തെ ആൻസറിലും വരുന്നത്. സോ നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ വി ആർ നോട്ട് എക്സ്പെർട്ട് ഇൻ ഓതന്റിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, therefore we are not doing investigations, you are not an expert, therefore he may be led to accept invalid audit evidences. It is quite possible that entity may have entered into some transactions with RP. Such transaction may be only paper transaction, may not have actually occurred. Okay, fake transactions ആയിരിക്കാം. The auditor may not be aware of such RP transactions. Okay, അവർ ആ നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ വെച്ചിട്ടാണ് അവരെല്ലാം പറയുന്നത്. These factors collectively demonstrate that due to practical constraints, legal boundaries, management fraud ചെയ്യാനുള്ള റിസ്ക്കും ഈ RP ട്രാൻസാക്ഷൻ എല്ലാം കാരണം എന്തുണ്ട്, നമുക്ക് അബ്സല്യൂട്ട് അഷുറൻസ് കിട്ടത്തില്ല. സോ ലിമിറ്റേഷൻസിലത്തെ എല്ലാ പോയിന്റും ടൈം ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ മറ്റേ ഫ്യൂച്ചർ ഇവൻറ്റ്സ് ദാറ്റ് കാസ്റ്റ് അൺസർട്ടനിറ്റി ഓൺ ഗോയിങ് കൺസേൺ, ആ ഒരു ആസ്പെക്ട് ഒന്നും ഈ ഒരു RTP ആൻസറിൽ പറഞ്ഞിട്ടില്ല. ലൈക്ക് എസ് ഇറ്റ്സ് നോട്ട് എ ടിപ്പിക്കൽ RTP, സ്ഥിരം വരുന്ന നോർമൽ ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ചൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ആ ക്വസ്റ്റ്യനിൽ കാണിച്ചേക്കുന്ന ഐറ്റം ഏത് ലിമിറ്റേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറ്റ്സ് ബേസിക്കലി നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഓഡിറ്റിംഗ് ഇസ് നോട്ട് ഇൻവെസ്റ്റിഗേഷൻ. ഈ 3 ലിമിറ്റേഷൻസ് ആണ് ആ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ആ ക്വസ്റ്റ്യനിലത്തെ ലിമിറ്റേഷൻസ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. Coming to chapter number 2, audit strategy, audit plan, audit program. While planning the audit, you observe the following practical issue. 2 newly recruited assistants. Okay. You are the engagement partner for the statutory audit of Strong Engineering. While planning the audit, you observe the following practical issue. 2 new recruited audit assistants inform you that they are unsure about the exact audit procedures expected from them. അതായത് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നില്ല. ഓക്കെ, അസിസ്റ്റൻസിന് no clear instructions is given. No clear instructions given. കാരണം 2 newly recruited assistants പറയുകയാണ് they are unsure what to do. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലെന്ന്. So they're not getting instructions, right? The audit this year is a major assignment involving multiple units and your team seems unable to visualize the full scope. അതായത് ഒരു പെർസ്പെക്റ്റീവ് കിട്ടുന്നില്ല. Not getting perspective. They're not having a good perspective of what work to perform. എന്ത് ചെയ്യണമെന്ന് ക്ലാരിറ്റി വരുന്നില്ല. ഒരു സിറ്റുവേഷൻ പറയുകയാണ് ഒരു ഓഡിറ്റ് പോകുമ്പോൾ. ബിക്കോസ് ദി ഓഡിറ്റ് വർക്ക് ഹാസ് നോട്ട് ബീൻ ഫോർമലി പ്ലാൻഡ്, ഡിഫൈൻഡ് ആൻഡ് സെഗ്രിഗേറ്റഡ്, യു ആർ അൺഎബിൾ ടു അലോക്കേറ്റ് ടാസ്ക് ടു അസിസ്റ്റൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ കേപ്പബിലിറ്റി. സെലക്ഷൻ ഓഫ് എൻഗേജ്മെന്റ് ടീം വിത്ത് അപ്രോപ്രിയറ്റ് ലെവൽ ഓഫ് കോമ്പിറ്റൻസ്. എൻഗേജ്മെന്റ് ടീം സെലക്ഷൻ ബേസ്ഡ് ഓൺ കോമ്പിറ്റൻസ് വർക്ക് ചെയ്യുന്നില്ല, അത് സംഭവിക്കുന്നില്ല. ഇൻ ദി ആബ്സെൻസ് ഓഫ് റിട്ടൺ പ്രോഗ്രാം, മെൻ്റൽ പ്ലാൻ ആയിട്ടാണ്, ഒരു മെൻ്റൽ വർക്കിലാണ് പോകുന്നത്, ഒരു നോ റെക്കോർഡഡ് ഐറ്റംസ് ഇല്ല. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓഡിറ്റ് പ്രോഗ്രാം ഇല്ലാത്തതിൻ്റെ പ്രശ്നമായി കാണുന്നില്ല. കാരണം ഞാൻ ഈ ഇല്ല എന്നെല്ലാം പറഞ്ഞത് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ വരുമായിരുന്ന അഡ്വാൻറ്റേജസ് ആണ്. യു നോട്ടീസ് ദാറ്റ് അസിസ്റ്റൻസ് ഹാവ് നോട്ട് സൈൻഡ് ഓൺ പ്രൊസീജിയേഴ്സ് പെർഫോം, മേക്കിംഗ് ഡിഫിക്കൽട്ട് ടു ട്രേസ് വർക്ക്. അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ as the principal auditor, you find it difficult to track the progress of various audit. എൻഗേജ്മെന്റ് പാർട്ണറിന് ഡയറക്ഷൻ സൂപ്പർവിഷൻ റിവ്യൂ കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ആണ് നമ്മളിവിടെ കാണുന്നത്, റൈറ്റ്?